എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കൻ മാർക്കറ്റുകൾക്ക് കഴിഞ്ഞ ആഴ്ച വളരെ നല്ല ഒരാഴ്ചയായിരുന്നു. S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സ് റെക്കോർഡ് ഹൈനടുത്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 45,073.63 ആണ് ഡൗ ജോൺസിൻ്റെ റെക്കോർഡ് ഹൈ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്ത് 44,885.83 ആണ്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 44,828.53 ആണ്. ഒപ്പം S&P 500 അതുപോലെ തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. വീക്ക് ടു വീക്ക് റസൽ 2000 ഇൻഡെക്സ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. ഈ ഇൻഡെക്സും ബെറ്റർ ആയിട്ട് തന്നെയാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NVIDIA പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.88 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.71 ട്രില്യൺ ആണ്. മൈക്രോസോഫ്റ്റും കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം ഒറാക്കിളും പുതിയ റെക്കോർഡ് ഹൈ കഴിഞ്ഞ ആഴ്ചയിൽ ഹിറ്റ് ചെയ്തിരുന്നു. പൊതുവെ ടെക്നോളജി സ്റ്റോക്കുകളാണ് അമേരിക്കയിൽ റാലി ചെയ്തിട്ടുള്ളത്. ഒപ്പം ട്രംപിൻ്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല്, ടാക്സ് ബില്ല് പാസ്സായിരിക്കുകയാണ്. അതിനുശേഷം എലോൺ മസ്ക് ഈ ബില്ല് പാസ്സായതിനു ശേഷം എലോൺ മസ്ക് അമേരിക്കയിൽ പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. അമേരിക്ക പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി. ഇനി അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റുകളും സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നേക്കാം. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി അമേരിക്കയിലും Q2 റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നു തുടങ്ങും. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ടാക്സ് അല്ലെങ്കിൽ ടാരിഫ് റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകൾ വരാൻ പോവുകയാണ്. ജൂലൈ 9 ഡെഡ് ലൈൻ. അതിനു മുമ്പ് അദ്ദേഹം പല സ്റ്റേറ്റ്മെൻറ്റുകളും അനൗൺസ്മെൻറ്റുകളൊക്കെ നടത്തുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ ആയിട്ടും ചൈന ആയിട്ടും ഇതുവരെ ഡീലൊന്നും സൈൻ ചെയ്തിട്ടില്ല. വിയറ്റ്നാം അതുപോലെ തന്നെ UK ഈ രാജ്യങ്ങളായിട്ടാണ് ഇതുവരെ ഡീലൊക്കെ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ അല്ലെങ്കിൽ പുതിയ താരിഫ് അനൗൺസ്മെൻറ്റ് ഇമ്പാക്റ്റൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഒരു പരിധി വരെ ഗ്ലോബൽ മാർക്കറ്റുകൾ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ അടക്കമുള്ള എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ വീക്ക് ടു വീക്ക് ആണെങ്കിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമോഡിറ്റി ഗോൾഡും സിൽവറാണ് കഴിഞ്ഞ ആഴ്ച മുന്നേറിയിട്ടുള്ള കമോഡിറ്റികൾ. $3,273 പെർ ഔൺസ് ആയിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയിൽ ഗോൾഡ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച $3,337.5 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം സിൽവറും മുന്നേറിയിരിക്കുകയാണ് $37.13 പെർ ഔൺസാണ്. അപ്പോൾ ഈ രണ്ട് കമോഡിറ്റികൾ ഗോൾഡ് വീണ്ടും മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്, സിൽവർ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ പാതയിലാണ്. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ സിൽവർ കൂടുതൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം US ഫെഡിൻ്റെ ഡിസിഷൻ സെപ്റ്റംബറിൽ വരികയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ജൂലൈ 2nd വീക്കിൽ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഗ്ലോബൽ സിനാരിയോ ഗോൾഡിൻ്റെ ഗ്ലോബൽ സിനാരിയോ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ഗോൾഡിനെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് സിൽവറിനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ സ്റ്റോക്കുകൾ ഈ കമോഡിറ്റികളൊക്കെ സ്ലൈറ്റ്ലി വീക്ക് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം അയൺ ഓർ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ അറൗണ്ട് 2.5% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച $68.3 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാച്ചുറൽ ഗ്യാസ് സ്ലൈറ്റ്ലി വീക്കാണ്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. 85.49 രൂപ പെർ ഡോളറാണ്.
ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിലത്തെ ന്യൂസ് ഫ്ലോസ്, മാർക്കറ്റ് റിലേറ്റഡ്, അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ് റിലേറ്റഡ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വെള്ളിയാഴ്ച ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ, അതായത് ശനിയാഴ്ച പുലർച്ചെയാണ് വരെയാണ് അതിൻ്റെ ടൈമിങ്. ആ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 25,512 പോയിന്റിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് നാളെ ഉണ്ടാവുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. ഇനി നമ്മൾ നമ്മുടെ എക്കണോമി റിലേറ്റഡ് ഡാറ്റ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് എക്കണോമി റിലേറ്റഡ് ഡാറ്റ ന്യൂസ് ഫ്ലോസ് നൽകുന്നത്. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് 702.7 ബില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ് ജൂലൈ 27 അവസാനിച്ച ആഴ്ചയിൽ. പ്രീവിയസ് റെക്കോർഡ് 704.8 ബില്യൺ ആണ്. ഇത് സെപ്റ്റംബർ 2024 ഹിറ്റ് ചെയ്തത്. മിക്കവാറും ഈ ആഴ്ചയിൽ നമ്മുടെ ഫോറക്സ് റിസർവ് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മാർക്കറ്റ് റിലേറ്റഡ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ജിനി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്ലോബലി എല്ലാ രാജ്യങ്ങളിലെയും ഇൻകം ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ഇൻഡെക്സ് ആണ്. 0 ആണ് ഏറ്റവും സൂപ്പർലേറ്റീവ് റേറ്റിംഗ് വരിക, 100 ആണെങ്കിൽ ഏറ്റവും മോശം റേറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ഇൻഡെക്സിൽ. 25.5 ആണ് ഇന്ത്യയുടെ 2023 സ്ഥാനം. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ലോവാക്ക് റിപ്പബ്ലിക്കാണ് 24.1, 2ാം സ്ഥാനത്ത് സ്ലോവേനിയാണ് 24.3, 3ാം സ്ഥാനത്ത് ബെലാറസ് ആണ് 24.4. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ആക്ടിവിറ്റീസിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും എക്കണോമിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷന് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകി തുടങ്ങിയിരിക്കുന്ന റിപ്പോർട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷത്തിൽ 55.69 കോടി ജൻധൻ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ജൻധൻ അക്കൗണ്ടിൽ കൂടിയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഇടത്തട്ടുകാരെ ഒഴിവാക്കി സബ്സിഡികളൊക്കെ ഡയറക്റ്റായിട്ട് റെസിപ്പിയൻസിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്ന രീതിയാണ്. ഇതുകൊണ്ട് തന്നെ 3.4 ലക്ഷം കോടി രൂപ ഈ ജനങ്ങൾക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടായെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം 41.34 കോടി ജനങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം സ്റ്റാൻഡപ്പ് ഇന്ത്യ ലെൻഡിങ് സ്കീം SC/ST അതുപോലെ തന്നെ വനിതകൾക്കൊക്കെ ഉള്ള ഒരു പ്രൊജക്റ്റാണ്. ഇതിലും വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. പൊതുവെ ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ എക്കണോമിയുടെ ഒരു പോസിറ്റീവ് സിനാരിയോനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ 2011 കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പോവർട്ടി പെർസെൻറ്റേജ് 5.3% താഴെ വന്നിരിക്കുകയാണ്. 2011 അത് 16.2% തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ വളരെ പോസിറ്റീവാണ്. നമ്മൾ ഈ ജിനി ഇൻഡെക്സിൽ അമേരിക്കയുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ 41.8 പോയിൻ്റാണ്. അതുപോലെ തന്നെ ചൈന 35.7 ആണ്. അപ്പോൾ ഇന്ത്യ ഈ രംഗത്ത് വെൽത്ത് ഡിസ്ട്രിബ്യൂഷനിൽ വീണ്ടും ഇന്ത്യ അറ്റൻഷൻ നേടിയിരിക്കുകയാണ്. ഇത് നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഗ്രീൻ എനർജി, അതുപോലെ തന്നെ AI റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷങ്ങളിൽ റിലയൻസിൻ്റെ പ്രോഫിറ്റബിലിറ്റി നല്ല രീതിയിൽ മുന്നേറുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ സ്റ്റോക്ക് പ്രൈസിലുള്ള മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും റിലയൻസിൻ്റെ ഈ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഇമ്പാക്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നുള്ളൊരു അനുമാനത്തിലെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും റിലയൻസ് ഒരു പക്ഷേ Q1 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതോടുകൂടിയും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ HDFC ബാങ്കിൻ്റെ Q1 ഡെപ്പോസിറ്റ് ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 16.2%. ബാങ്കിങ് സെക്ടറിൽ ഒരു പക്ഷേ 16.2% ഡെപ്പോസിറ്റ് ഗ്രോത്ത് നേടിയിട്ടുള്ള ഒരു വലിയ പ്രൈവറ്റ് ബാങ്കാണ് HDFC ബാങ്ക്. പൊതുവെ ബാങ്കിങ് സെക്ടറിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ HDFC ബാങ്കിനെ സംബന്ധിച്ച് ഈ ന്യൂസ് പോസിറ്റീവാണ്. അതേസമയം ഈ ന്യൂസൊക്കെ ഒരു പരിധി വരെ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ ഡിസ്കൗണ്ടഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോഷൻ ആവശ്യമാണ്. Q1 റിസൾട്ട് വരെ കാത്തിരിക്കണം ഇൻവെസ്റ്റേഴ്സ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനൊക്കെ എടുക്കാനായിട്ട്. പക്ഷേ ലോങ് റണ്ണിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ് HDFC ബാങ്ക്.
കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട് സൗത്ത് കൊറിയ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ആയിട്ടുള്ള HD കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓഫ് ഷോർ എനർജി എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആയിട്ടാണ്. ഹ്യുണ്ടായി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. മേജർ ഷിപ്പ് ബിൽഡിംഗ് മാരിടൈം എഞ്ചിനീയറിംഗ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് കൊറിയയിലെ. ഈ MOU തീർച്ചയായിട്ടും കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് വിഷൻ ഡോക്യുമെൻ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അലുമിനിയം അതുപോലെ തന്നെ കോപ്പർ സെക്ടർ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാനായിട്ട് അലുമിനിയ മൈനിങ് ഔട്ട്പുട്ട് കൂട്ടാനും കോപ്പർ സ്മെൽറ്റിംഗ് കപ്പാസിറ്റി കൂട്ടാനുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് ഈ വിഷൻ ഡോക്യുമെൻറ്റിൽ. ഇത് പൊതുവേ നമ്മുടെ ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് ഹിൻഡാൽക്കോ അതുപോലെ തന്നെ നാൽക്കോ, വേദാന്ത ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BEM $6.23 കോടി $3 മില്യൺ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെയാണ്. ഇപ്പോൾ 73 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ് BEM. ഉസ്ബെക്കിസ്ഥാൻ 73ാമത്തെ രാജ്യമാണ് ഈ ലിസ്റ്റിൽ. അപ്പോൾ തീർച്ചയായിട്ടും BEMനെ സംബന്ധിച്ച് ഡിഫൻസ് റിലേറ്റഡ്, ഹെവി എഞ്ചിനീയറിംഗ് റിലേറ്റഡ്, റെയിൽവേ റിലേറ്റഡ് ധാരാളം എക്യുപ്മെൻറ്റുകളും പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്ന കമ്പനിയാണ്. ഡിഫൻസ് റിലേറ്റഡിൻ്റെ ഒരു ഇമ്പാക്റ്റ് റീസെൻ്റായിട്ട് ഈ സ്റ്റോക്ക് പ്രൈസിലൊക്കെ റിഫ്ലക്റ്റഡ് ആണ്. എന്നിരുന്നാലും ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത് BEMലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഡർ ബാഗിങ് ന്യൂസുകളും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസൊക്കെ വരുന്നുണ്ട് മാർക്കറ്റിൽ. അതോടൊപ്പം തന്നെ റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ്. നാളെ മുതൽ സ്മോൾ ക്യാപ് കമ്പനികളൊക്കെ പലതും റിസൾട്ടുകൾ അനൗൺസ് ചെയ്തു തുടങ്ങും. മേജർ റിസൾട്ടുകൾ ഈ ആഴ്ചയിലുള്ളത് 10-ാം തീയതി TCS, അതുപോലെ തന്നെ ടാറ്റ എലക്സി, അതോടൊപ്പം തന്നെ 11-ാം തീയതി DMart. ഈ 3 വലിയ കമ്പനികളാണ് ഈ ആഴ്ച ക്വാർട്ടർ 1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ IPO സെഗ്മെൻറ്റ് വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ്. IPO സെഗ്മെൻറ്റിൽ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സബ്സ്ക്രിപ്ഷനാണ് IPOയിലും വന്നുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റായിട്ട് SMEയിൽ വന്നിട്ടുള്ള IPOസിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികളൊന്ന് മെറ്റ ഇൻഫോടെക് ലിമിറ്റഡ് ആണ്. BSE SMEയിലുള്ളൊരു IPO ആണ്. തീർച്ചയായിട്ടും നല്ല ഒരു റിട്ടേൺ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു IPO നമ്മൾ BSE SMEയിൽ സജസ്റ്റ് ചെയ്ത് ക്രയോജനിക് OGS ലിമിറ്റഡ് ആണ്. ഓൾറെഡി 97 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ട്. നാളെയാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഈ IPOയിലും അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കുക, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് സൈസ് ഇപ്പോൾ 2 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലോട്ട് സൈസിൻ്റെ ഡബിൾ ലോട്ട്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. കിട്ടുകയാണെങ്കിൽ ഈ IPOകളിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് മാത്രം ഇത്തരത്തിലുള്ള IPOസിൽ അപ്ലൈ ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് വന്നിരിക്കുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേം ജാനറ്റ് സ്ട്രീറ്റ് LLC ഇന്ത്യൻ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നിന്ന്, പ്രത്യേകിച്ച് നിഫ്റ്റി ഓപ്ഷൻ, ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്ക് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ നിന്ന് ജനുവരി 2023 മുതൽ മാർച്ച് 2025 വരെ 43,283 കോടി രൂപ, 89 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇവർ യൂസ് ചെയ്തിരുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് പമ്പ് ആൻഡ് ഡംപ് സ്ട്രാറ്റജിയാണ്. അതായത് നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയിൽ 12 സ്റ്റോക്കുകളേ ഉള്ളൂ. ഈ 12 സ്റ്റോക്കുകൾ 5 സ്റ്റോക്കുകൾ കൂടിക്കഴിഞ്ഞാൽ 87.27% വെയിറ്റേജായി. HDFC 32.72% വെയിറ്റേജ് ഉണ്ട്. ICICI ബാങ്ക് 22.1% വെയിറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ SBI 15.54% വെയിറ്റേജ് ഉണ്ട്. കോട്ടക് ബാങ്ക് 9.08% വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും അതിനുശേഷം ആക്സിസ് ബാങ്ക് ആണ് 7.83% വെയിറ്റേജ്. ഈ 5 ബാങ്കുകളും കൂടിക്കഴിഞ്ഞാൽ 87.27% വെയിറ്റേജ്. അപ്പോൾ ഈ 5 സ്റ്റോക്കുകൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യും. അതിനനുസരിച്ചുള്ളൊരു സ്ട്രാറ്റജി തന്നെയാണ് ജാനറ്റ് സ്ട്രീറ്റ് LLC ഇന്ത്യയിൽ അപ്ലൈ ചെയ്തിരുന്നത്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ജാനറ്റ് സ്ട്രീറ്റ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈ
ജാനെ ഗ്രൂപ്പ് LLCയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 2000 അമേരിക്കയിൽ ന്യൂയോർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ഇതിന് പിറകിലുള്ളത് 3000 ടീം മെമ്പേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സും അതുപോലെ തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സാണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സാണ് ഈ കമ്പനിയുടെ പിറകിലുള്ളത്. ഇവരുടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അൽഗോരിതംസാണ് ലോകത്തിലെ 200 ഇലക്ട്രോണിക് എക്സ്ചേഞ്ചുകൾ കൂടിയാണ് ഇവർ ട്രേഡിങ് നടത്തുന്നത്. ഇവർ പ്രൊപ്രൈറ്ററി ഡെസ്കാണ്, ഹെഡ്ജ് ഫണ്ടൊന്നുമല്ല, അവരെ സ്വന്തം മണിയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ സ്ട്രാറ്റജി അക്രോസ് ദ ഗ്ലോബ് ഇങ്ങനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവർ യൂസ് ചെയ്യുന്ന ഇവർ അൽഗോരിതംസൊക്കെ കോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള OCaml എന്ന് പറയുന്ന വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. വളരെ ക്വിക്കായിട്ട് അതുപോലെ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കോഡിങ് നടത്താൻ സാധിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഒബ്ജക്റ്റീവ് CAML അല്ലെങ്കിൽ കാറ്റഗറിക്കൽ അബ്സ്ട്രാക്റ്റ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്ന OCaml എന്ന് പറയുന്ന ഈ കോഡിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ ടൂളുകളൊക്കെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എഫിഷ്യൻസി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കോഡേഴ്സ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഒത്തുചേരുകയാണെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ കൂടെ മാർക്കറ്റിന്, അൽഗോ ട്രേഡിങ്ങിൽ കൂടെ മാർക്കറ്റിനെ തങ്ങളുടെ കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും. അതിനൊരു ഇൻപുട്ടേ വേണ്ടൂ, മണി. അതുപോലെ തന്നെ സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ടൂൾസ്. അതോടൊപ്പം തന്നെ ജാനെ സ്ട്രീറ്റ് ഈ വർഷം ജൂണിൽ വീണ്ടും ഒരു പുതിയൊരു എക്സ്റ്റൻഷൻ കൂടി ഇതിൻ്റെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. OXCaml എന്ന് പറയുന്ന പുതിയൊരു ടൂളും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മുടെ റെഗുലേറ്റർ, ലോകത്തിലെ ഏറ്റവും സൂപ്പർ റെഗുലേറ്ററാണ് സെബിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എൻക്വയറിയാണ് ഇത്തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ജാനെ സ്ട്രീറ്റ് ഇന്ത്യയിൽ നടത്തുന്നു എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ സെബിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് റെഗുലേറ്റർ എന്ന നിലയ്ക്ക് നമ്മുടെ റെഗുലേറ്റർ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ട് തന്നെയാണ് വീക്കിലി ഓപ്ഷൻസ്, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് സെബി ബാൻ ചെയ്തത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 2020 കോവിഡിന് ശേഷം വീക്കിലി ഓപ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വീക്കിലി ഓപ്ഷൻസ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡിങ് നടക്കുന്നത്. നമ്മുടെ റീറ്റെയിലേഴ്സ് ഇത് എന്താണ് പ്രൊഡക്റ്റ് എന്ന് അറിഞ്ഞിട്ട് പോലും അല്ല ഇത്തരത്തിലുള്ള ട്രേഡിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റീറ്റെയിലേഴ്സിന് ലോസ് വന്നുകൊണ്ടിരിക്കുന്നതും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിൽ നിന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സെബിയുടെ റിസർച്ച് പറയുന്നത്. 93% റീറ്റെയിലേഴ്സും ലൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഗെയിൻ ചെയ്യുന്നത് ജാനെ സ്ട്രീറ്റ് പോലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കുന്ന, കമ്പ്യൂട്ടർ ബ്രെയിനുകൾ ഉപയോഗിക്കുന്ന, അതോടൊപ്പം തന്നെ മാസീവായിട്ടുള്ള ഫണ്ട് ബാക്കിംഗ് ഉള്ള ഇത്തരത്തിലുള്ള പ്രൊപ്രൈറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. തീർച്ചയായിട്ടും ഇതൊരു തിരിച്ചറിവാണ്, അതോടൊപ്പം തന്നെ ഒരു വാണിങ്ങും കൂടിയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക എങ്ങനെയാണ്, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കയറുന്നു, അപ്പോൾ വാങ്ങിക്കോളൂ കോൾ ഓപ്ഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈപ്പ് ഉണ്ടാക്കലാണ് ജാനെ സ്ട്രീറ്റിൻ്റെ ആദ്യ പടി. അതായത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലോ അല്ലെങ്കിൽ നിഫ്റ്റിയിലുള്ള ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയുള്ള സ്റ്റോക്കുകൾ ബൈ ചെയ്യുക. അങ്ങനെ സ്റ്റോക്കുകൾ ബൈ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഉയരും. അപ്പോൾ ഉയരുമ്പോൾ കോൾ ഓപ്ഷൻ ഉയരും, അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് താഴ്ത്തേക്ക് പോകും. അപ്പോൾ ഈ അവസരത്തിൽ ഒരു പരിധി വരുമ്പോൾ ഇവരെന്ത് ചെയ്യുമ്പോൾ ഹയർ വരുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനുള്ള ഹൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ റീറ്റെയിലേഴ്സ് കോൾ ഓപ്ഷൻ വാങ്ങുക, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് വാങ്ങുക, അതുപോലെ തന്നെ സ്റ്റോക്ക് വാങ്ങാം. കാരണം മാർക്കറ്റ് അപ്പോഴും മൊമെൻ്റാണ്. അതുപോലെ തന്നെ മീഡിയാസൊക്കെ പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഹിറ്റ് ന്യൂ ഹൈസ്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ബാങ്ക് കയറുകയാണ്. അപ്പോൾ റീറ്റെയിലേഴ്സ് പൊതുവേ ബിഹേവിയറൽ ബയാസസിന് അടിമകളാണ്. നമ്മളെല്ലാവരും ബിഹേവിയറൽ ബയാസസിന് അടിമകളാണ്, പക്ഷേ റീറ്റെയിലേഴ്സ് പ്രത്യേകിച്ച്. അപ്പോൾ ഇവരൊക്കെ വാങ്ങും. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പീക്കിൽ എത്തിക്കഴിഞ്ഞ് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ ട്രേഡിങ് ഇവർ എന്താണ് സ്ട്രാറ്റജി, ബൈയിങ് സ്ട്രാറ്റജി ആണെങ്കിൽ ആ സ്ട്രാറ്റജിയിലുള്ള കയ്യിലുള്ള സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സൊക്കെ സെല്ല് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, കോൾ ഓപ്ഷൻ്റെ പ്രൈസ് താഴെ വരും, പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് കയറും. അതോടൊപ്പം തന്നെ ഇവർ ഫ്യൂച്ചേഴ്സിലും ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് ഈ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരിക്കും ജാനെ സ്ട്രീറ്റ്, അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരിക്കും, ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള ഹെഡ്ജിങ്
ഇക്വിറ്റി ക്യാപിറ്റലൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഓവറോൾ അവർ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുന്നത് വലിയ പ്രോഫിറ്റിലേക്കുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇങ്ങനെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് തങ്ങളുടെ പൊസിഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ ട്രേഡിംഗ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് സെബിയുടെ ഫൈൻഡിങ്ങിലുള്ളത്. ഇങ്ങനെ അവർ ഇന്ത്യയിൽ നിന്ന് 43,289 കോടി രൂപയാണ് ഓപ്ഷൻസിൽ നിന്ന് മാത്രം ട്രേഡിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിൽ നിന്നാണ് പറയുന്നത്. കാരണം ബാങ്ക് നിഫ്റ്റീനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. 5 സ്റ്റോക്കുകളിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മണി പവർ ഉണ്ട്, ഒപ്പം ടെക്നോളജി പവർ ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ടാണ് ജാനസ് സ്ട്രീറ്റ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്കൊരു സ്കാമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. അൽഗോ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിങ്ങിലുള്ള ഓപ്പർച്യൂണിറ്റികൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തം പ്രോഫിറ്റിന് വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ റീറ്റെയിലേഴ്സ് ഒന്ന് മനസ്സിലാക്കണം. കാരണം ഈ ഹൈപ്പിലൊക്കെ കയറി പോകുമ്പോൾ ഒരു പക്ഷേ ആ കയറ്റത്തിൽ നമ്മൾ ഒപ്പം പോകുന്നുണ്ടാവും, ചെറിയ പ്രോഫിറ്റൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്രോഫിറ്റൊക്കെ നമ്മൾ ആഡ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മിക്കവാറും 93% പേർക്കും മൈനസ് ആയിരിക്കും. ഇത് തന്നെയാണ് സെബിയുടെ റിസർച്ചും കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡിംഗ് പാറ്റേൺസ് മാർക്കറ്റിലുണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് മാത്രമാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓപ്ഷൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഡെറിവേറ്റീവ്സ് വാറൻ ബഫറ്റ് എന്നെ പറഞ്ഞിരിക്കുന്നത് ഡെറിവേറ്റീവ്സ് ആർ ഫിനാൻഷ്യൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നാണ് അദ്ദേഹം 2002 ബെർക്ഷയർ ഹാത്താവയുടെ AGM-ൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. ഡെറിവേറ്റീവ്സ് ഇത്തരത്തിലുള്ള മാസ് ഡിസ്ട്രക്ഷനൊക്കെ ഉണ്ടാക്കാൻ കാരണം ഡെറിവേറ്റീവ്സ് ലിവറേജ്ഡ് പ്രൊഡക്ട്സ് ആണ്. അതേസമയം വെൽത്ത് മാനേജ്മെൻറ്റിനുള്ള പ്രൊഡക്റ്റുകളാണ്, റിസ്ക് മാനേജ്മെൻറ്റിനുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതറിയാതെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ടൂളുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ കൈ പൊള്ളാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ എന്താണ്, അതിൻ്റെ റിസ്ക്കുകൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതിൻ്റെ ഒരു വാണിംഗും കൂടിയാണ് ഈ സെബി റിപ്പോർട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജാനസ് സ്ട്രീറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ്, അതുപോലെ തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അൽഗോ ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലത്തെ ഓപ്പർച്യൂണിറ്റി മുതലെടുക്കുന്ന, ഒരുപക്ഷെ മാനിപ്പുലേഷനും പറയാം. കാരണം പമ്പ് ആൻഡ് ഡംപ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഈ ഇൻഡെക്സുകളോ അല്ലെങ്കിൽ സ്റ്റോക്കുകളോ പൊക്കിക്കൊണ്ടുപോയി തങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള അവസ്ഥ വരുമ്പോൾ തിരിച്ച് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് ഓപ്പോസിറ്റ് രീതിയിൽ ആക്ട് ചെയ്യുന്നതിനെയാണ് പമ്പ് ആൻഡ് ഡംപ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജികൾ യൂസ് ഇനിയും ധാരാളം സ്ട്രാറ്റജികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനേക്കാളും വലിയ സ്ട്രാറ്റജികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ജാനസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലി വളരെ വളരെ ബിഗ് ആയിട്ടുള്ളൊരു ഫേമാണ്. 45 രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 200 ഇലക്ട്രോണിക് എക്സ്ചേഞ്ചിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സൈസ് വളരെ ബിഗാണ്. 2000 തുടങ്ങിയിട്ടുള്ളൊരു ഫേമാണ്. ഇത്ര കാലം ഡെറിവേറ്റീവ്സിൽ ഇവർ ഡാർക്ക് ഫൈബറിൽ കൂടിയും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കോഡിങ് അൽഗോരിതത്തിൽ കൂടിയൊക്കെ ധാരാളം മണി സമ്പാദിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സ്ട്രോങ് ഫൈനാൻഷ്യൽ മസിലുള്ളൊരു ഓർഗനൈസേഷനാണ്. തീർച്ചയായിട്ടും ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ഐ ഓപ്പണറാണ്, നമ്മുടെ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച്. ഒപ്പം നമ്മുടെ റെഗുലേറ്റർക്കും ഐ ഓപ്പണറാണ്. കാരണം റെഗുലേറ്ററി മെക്കാനിസത്തിൽ ഇപ്പോഴും പല അനൗൺസ്മെൻറ്റുകളും അവർ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് റെഗുലേറ്റർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. അപ്പോൾ ജാനസ് സ്ട്രീറ്റിൻ്റെ ഇമ്പാക്റ്റ് കാര്യമായിട്ട് നമ്മുടെ മാർക്കറ്റിനൊന്നും ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പല കണക്കുകളും സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഓപ്ഷൻസിലും ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലും ടോട്ടൽ വോളിയത്തിൻ്റെ അറൗണ്ട് 50% ചെയ്തിരുന്നത് ജാനസ് സ്ട്രീറ്റിനാണെന്നുള്ള റിപ്പോർട്ടുകളാണ്. എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്ക് ഫൈനൽ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ 50% വരെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ മാസീവായിട്ട് സൈസ് ഒന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാത്രം നിങ്ങളെല്ലാവരും ഡെറിവേറ്റീവ്സിൽ എൻട്രി ചെയ്താൽ മതി. അഥവാ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യാൻ
താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ മന്ത്ലി ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ 2 months 3 months ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ 6 months ഓപ്ഷൻ കോൺട്രാക്റ്റുകളൊക്കെ കിട്ടും ഇൻഡെക്സിൻ്റെ. അത്തരത്തിലുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റുകളിലൊക്കെ ഹെഡ്ജിങ് സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ട്രേഡിംഗ് സ്ട്രാറ്റജികളൊക്കെ ഏർപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം മനസ്സിലാക്കുക, വാറൻ ബഫറ്റ് പറഞ്ഞ പോലെ തന്നെ ഡെറിവേറ്റീവ്സ് ആർ ഫൈനാൻഷ്യൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനാണ് ഒരർത്ഥത്തിൽ. അതേസമയം ഇത് ഒരു വളരെ ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലിവറേജ്ഡ് ടൂളും കൂടി തന്നെയാണ്, റിസ്ക് മാനേജ്മെൻറ്റ് ടൂളുകളും കൂടി തന്നെയാണ് ഡെറിവേറ്റീവ് പ്രോഡക്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിലത്തെ ന്യൂസ് ഫ്ലോസ് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ സജസ്റ്റ് ചെയ്തിരുന്നൊരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നുള്ളൊരു NBFC കമ്പനിയാണ് JMJ ഫിനാൻസ്. നമ്മൾ സജസ്റ്റ് ചെയ്യാൻ കാരണം അതിൻ്റെ പെർഫോമൻസ്, ഈ കമ്പനി ഏറ്റെടുത്തൊരു കമ്പനിയാണ്, ടേക്ക് ഓവർ എടുത്തുള്ള കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൊമോട്ടർ മാനേജിംഗ് ഡയറക്ടർ വളരെ എഫിഷ്യൻ്റാണ്. NBFC രംഗത്ത് വളരെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ സ്റ്റോക്ക് പ്രൈസ് അതിനനുസരിച്ച് മുന്നേറി തുടങ്ങിയിട്ടില്ല. അതേസമയം അവരുടെ ആറ്റിറ്റ്യൂഡ്, അതായത് ഇപ്പോൾ ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം റൈറ്റ്സ് ഇഷ്യൂ അനൗൺസ് ചെയ്തിരുന്നു. 2:1 ആണ് റേഷ്യോ. 10 രൂപ 50 പൈസ പെർ ഷെയർ ആണ് റൈറ്റ്സ് ഇഷ്യൂ പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നത്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 11 ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. 18-ാം തീയതി ജൂലൈ ഓപ്പൺ ചെയ്ത് 16-ാം തീയതി ഓഗസ്റ്റിലാണ് ഈ റൈറ്റ് ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത്. 3 രൂപ 15 പൈസയാണ് ഫസ്റ്റ് കോളിൽ നൽകേണ്ടത്. സെക്കൻഡ് കോൾ അവർ എപ്പോഴാണ് വിളിക്കുന്നത് ആ ടൈമിൽ 7 രൂപ 35 പൈസയാണ് നൽകുന്നത്. 2:1 ആണ് റൈറ്റ്സ് ഇഷ്യൂ റേഷ്യോ വരുന്നത്. ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റോക്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് JMJ ഫിൻടെക്. ഇത് ലോങ് റണ്ണിലേക്ക് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലോങ് റണ്ണിൽ തന്നെയാണ്. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ വലിയ നിലയിലുള്ള NBFCകളുടെ കാര്യം, ലിസ്റ്റഡ് NBFCകളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് JMJ പോലുള്ളൊരവസ്ഥയിൽ തന്നെയായിരുന്നു ഈ കമ്പനികളെല്ലാം. ഇന്നാണ് ഈ ഹയർ ലെവലിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റിസ്ക് എടുത്ത് NBFC സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു NBFC സ്റ്റോക്കാണ് JMJ ഫിൻടെക് ലിമിറ്റഡ്. അപ്പോൾ തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ഈ ഹോൾഡിംഗ് പവർ ഉണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് JMJ ഫിൻടെക് ലിമിറ്റഡ്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലെല്ലാം തന്നെ സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്ക് വാങ്ങി ഇൻവെസ്റ്റ്മെൻ്റായിട്ട് കരുതിയിട്ടുണ്ടാവണം. എന്നിരുന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യാണ് ലോങ് റണ്ണിലേക്ക്, ഞാൻ അടിവരയിട്ട് പറയുന്നു ലോങ് റണ്ണാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധി. അതുകൊണ്ട് തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് JMJ ഫിൻടെക്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അതുപോലെ തന്നെ എനിക്ക് ഈ ആഴ്ച നിങ്ങൾക്ക് നൽകാനുള്ളത്. നാളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ് വെച്ചൊരു മ്യൂട്ടൽ സ്റ്റാർട്ടാണ്. പക്ഷേ അമേരിക്കൻ സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷേ ഈ ആഴ്ച നമ്മുടെ മാർക്കറ്റ് മുന്നേറാനാണ് ചാൻസസ് കൂടുതൽ. അതിനുശേഷം ട്രംപിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റ് ഇമ്പാക്റ്റുകളൊക്കെ വന്നേക്കാം. കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ആഴ്ച മുതൽ സ്മോൾ ക്യാപ്പ് ഓഹരികളും അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് ഓഹരികളും Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തു തുടങ്ങും. ആ Q1 റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ മുമ്പ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നിഫ്റ്റിയും സെൻസസും നമ്മൾ പ്രതീക്ഷയെക്കാളും മുമ്പ് തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.